Hello dears, welcome back to ISK Essay English. Hello dear students. നമ്മൾ ഇന്ന് യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്നത്തെ ക്ലാസ്. പക്ഷെ ടോപ്പിക് ചേഞ്ച് ഉണ്ട്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹോമറിൻ്റെ ഇലിയഡിലെ സിംബോളിസമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മൾ സിംബോളിസത്തിൽ 2 പോയിന്റ്സ് ആണ്, അക്കിയൻ ഷിപ്പും അതുപോലെ തന്നെ ഷീൽഡ് ഓഫ് അക്കിലിസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ ടോപ്പിക് അവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പിക് എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു ടോപ്പിക്കാണ്, ഒരു എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വെസ്റ്റേൺ എപ്പിക് ട്രഡിഷൻ? ഒരു വെസ്റ്റേൺ എപ്പിക് ട്രഡിഷൻ്റെ പാരമ്പര്യം എന്താണ്, അല്ലെങ്കിൽ എന്തെല്ലാം സവിശേഷതകളാണ് എപ്പിക്കിനുള്ളത്? ശ്രദ്ധിക്കുക, ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. പലതവണ ഈ പേപ്പറിൽ എക്സാമിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, എപ്പിക്കിൻ്റെ സവിശേഷത എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വെസ്റ്റേൺ എപ്പിക് ട്രഡിഷൻ്റെ പാരമ്പര്യത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? അപ്പോൾ നമുക്ക് നോക്കാം. There are several characteristics of an epic which distinguishes it from other forms of poetry. അതായത് എപ്പിക്കിനെ കവിതകളുടെ മറ്റു ഫോംസിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരുപാട് സവിശേഷതകൾ എപ്പിക്സിനുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, പോയട്രിയിലെ മറ്റു ഫോംസ് ഏതൊക്കെയാണ്? അതായത് എപ്പിക്, ട്രാജഡി, കോമഡി. ദീസ് ആർ ദ 3 ഫോംസ് ഓഫ് പോയട്രി. മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതായത് പോയട്രിയുടെ 3 രൂപങ്ങൾ 1 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് പോയട്രിയുടെ 3 രൂപങ്ങൾ? എപ്പിക്, ട്രാജഡി ആൻഡ് കോമഡി ആർ ദ 3 ഫോംസ് ഓഫ് പോയട്രി. എപ്പിക് പോയം എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. ട്രാജഡി പോയട്രി എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെട്ടതാണ്. അതുപോലെ തന്നെ കോമഡി. ഇനി ഇതിനെ ഓരോന്നിനെ കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് പഠിക്കാനുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എപ്പിക്. എന്തെല്ലാം സവിശേഷതകളാണ് എപ്പിക്കിന് മറ്റു രൂപങ്ങളിൽ? ഇതാണ് മറ്റു രൂപങ്ങൾ കേട്ടോ, അതർ ഫോംസ് ഓഫ് പോയട്രി. ചില ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുകയും ഏതാ ഇപ്പൊ ഈ അതർ ഫോംസ് ഓഫ് പോയട്രി? അതാ ഞാനൊന്ന് പറഞ്ഞു തന്നത്. അതായത് ട്രാജഡിയും പിന്നെ കോമഡിയും. They are discussed below. എപ്പിക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് താഴെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. It is clear from the epic stories that they deal with a lofty theme and use the exalted language to deal with or describe a larger than life hero and his grand adventure or exploits. നമ്മൾ ഒരുപാട് എപ്പിക്കുകൾ വായിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിലും നമുക്ക് പരിചയമുള്ള ചില എപ്പിക്കുകളുണ്ട്, ഇല്ലേ? അപ്പൊ അതിൽ നിന്നെല്ലാം നമുക്കൊരു കാര്യം വ്യക്തമാണ്. സാധാരണ കഥകൾ പോലുള്ള കഥകളല്ല എപ്പിക്കിൽ പറയുന്നത്. എപ്പിക് സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ അത് ഡീല് ചെയ്യുന്നത് ലോഫ്റ്റി തീമാണ്. ഒന്ന്, സാധാരണ കഥയല്ല, എപ്പിക്കിലെ കഥ ലോഫ്റ്റി തീമാണ്. അതായത് ഉയർന്ന തലത്തിൽപ്പെട്ട കഥകളാണ് അതിൽ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, സാധാരണ മനുഷ്യന്മാരുടെ കഥയല്ല എപ്പിക്കിലെ കഥ. അത് ഉയർന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അതിൽ ഡിവൈൻ ക്യാരക്ടേഴ്സ് വരും, ഗോഡ്സ് വരും, ദൈവങ്ങളും ദേവന്മാരും എല്ലാം അതിൽ വരും. അതാണ് ലോഫ്റ്റി തീം എന്ന് പറഞ്ഞാൽ. അപ്പം അത്തരം ഒരു കഥയാണത്. അതുകൊണ്ട് തന്നെ യൂസ് എക്സാൾട്ടഡ് ലാംഗ്വേജ് ടു ഡീൽ വിത്ത്. ഇത്തരം ഒരു കഥയെ ഡീൽ ചെയ്യുന്നതിന് ഓർഡിനറി ലാംഗ്വേജ് പോരാ. എന്തു വേണം? എക്സാൾട്ടഡ് ലാംഗ്വേജ് വേണം, കുറച്ച് ഉയർന്ന ഭാഷയും വേണം.
ടു ഡീൽ വിത്ത് ഓർ ഡിസ്ക്രൈബ്, എന്ത് ചെയ്യുന്നതിന്, വിവരിക്കുന്നതിന്. എ ലാർജർ ദാൻ ലൈഫ് ഹീറോ, അതായത് സാധാരണ ഒരു ജീവിത ഹീറോ ഉണ്ടല്ലോ, ലൈഫ് ഹീറോ, സാധാരണ മനുഷ്യൻ, അത്തരം ഒരു മനുഷ്യനേക്കാൾ കുറച്ചുകൂടി ഉയർന്നു നിൽക്കുന്ന കഥാപാത്രങ്ങൾ, അത്തരം കഥാപാത്രങ്ങളുടെ, ഇവിടെ എന്താ പറയുന്നത് പറഞ്ഞാല്, ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എ ലാർജർ, അതായത് കുറച്ച് ലാർജർ ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. ദാൻ എ ലൈഫ് ഹീറോ, ആരെക്കാൾ, ഒരു ലൈഫ് ഹീറോക്കാൾ. ലൈഫ് ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യന്. അപ്പൊ ഇവിടെ കഥാപാത്രങ്ങള് സാധാരണ മനുഷ്യരല്ല. എപ്പിക്കിലെ കഥാപാത്രങ്ങള് അസാധാരണമായിട്ടുള്ള കഴിവുള്ളവരാണ്, അമാനുഷികരായിട്ടുള്ള ആളുകളാണ്. അവരുടെ കഥകൾ ഡിസ്ക്രൈബ് ചെയ്യാൻ സാധാരണ ലാംഗ്വേജ് പോരാ. മാത്രമല്ല, ഹിസ് ഗ്രാൻഡ് അഡ്വഞ്ചേഴ്സ് ആൻഡ് എക്സ്പ്ലോയിറ്റ്സ്, അവരുടെ ആ കഥാപാത്രങ്ങളുടെ മഹത്തരമായിട്ടുള്ള സാഹസികതകളും അതുപോലെ തന്നെ അവരുടെ എക്സ്പ്ലോയിറ്റുകളും, മറ്റുള്ളവരെ അവര് ചൂഷണം ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് ഒരു ഉന്നതമായിട്ടുള്ള ലാംഗ്വേജ്, ദാറ്റ് ഈസ് എക്സാൾട്ടഡ് ലാംഗ്വേജും വേണം. There are 10 identifiable features of an epic. അതായത് ഒരു എപ്പിക്കിന് മറ്റു ട്രാജഡിയിൽ നിന്നും അതുപോലെ തന്നെ കോമഡിയിൽ നിന്നും എപ്പിക്കിനെ ഐഡന്റിഫൈ ചെയ്യുന്ന, വേർതിരിക്കുന്ന, മാറ്റി നിർത്തുന്ന 10 സവിശേഷതകളുണ്ട്. But it is not necessary that every epic has all the 10 features. പക്ഷേ പറയപ്പെടുന്ന 10 സവിശേഷതകളും എല്ലാ എപ്പിക്കിലും ഉണ്ടാവണമെന്നില്ല. Broadly speaking, the following are the attributes of an epic narrative. ഇനി വിശാലമായിട്ട് പറയുകയാണെങ്കിൽ താഴെ പറയുന്ന 5 സവിശേഷതകൾ എപ്പിക്കിന്റെ സവിശേഷതകളായിട്ട് നമുക്ക് എടുക്കാം. എന്തുകൊണ്ടാണ് 5 എണ്ണം പറയുന്നത്? സാധാരണ 10 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, പക്ഷേ ആ 10 സവിശേഷതകളും എല്ലാ എപ്പിക്കിലും കാണണമെന്നില്ല. എന്നാൽ എല്ലാ എപ്പിക്കിലും കാണുന്ന ഒരു 5 സവിശേഷതകളെ നമുക്ക് അങ്ങോട്ട് പഠിക്കാം. ഒന്നാമത്തേത് ശ്രദ്ധിക്കട്ടോ. 1, എക്സാൾട്ടഡ് തീം ഡീലിംഗ് വിത്ത് ദ ഹീറോയിക് ഡീഡ്സ് ഓഫ് എ ഗ്രേറ്റ് മാൻ, എ കിങ് ഓർ എ ലീഡർ ഓർ എ വാരിയർ ഓഫ് എക്സെപ്ഷണൽ മെറിറ്റ്. അപ്പൊ ഒന്നാമത്തെ കാര്യം പറയുന്നത്, ഒരു എപ്പിക് എന്ന് പറയുമ്പോൾ അതിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ചിലപ്പോ എ വാരിയർ ഓഫ് എക്സെപ്ഷണൽ മെറിറ്റ്, അസാധാരണമായിട്ടുള്ള, സാധാരണ മനുഷ്യർക്കില്ലാത്ത മെറിറ്റ്, ഗുണങ്ങളുള്ള ഒരു യോദ്ധാവായിരിക്കാം, അക്കിലിസിനെ പോലെ. അല്ലെങ്കിൽ ഒരു ലീഡർ ആവാം, അല്ലെങ്കിൽ ഒരു കിങ് ആവാം, അതല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് മാൻ, സാധാരണ മനുഷ്യനാവില്ല. അപ്പൊ എപ്പിക്കിലെ ഹീറോ ആരാവില്ല? നോട്ട് ആൻ ഓർഡിനറി മാൻ ബട്ട് എ ഗ്രേറ്റ് മാൻ. ഗ്രേറ്റ് എന്ന് പറയുമ്പോൾ കിങ് ആവാം, അസാധാരണമായിട്ടുള്ള സവിശേഷതകളുള്ള വാരിയർ ആവാം, ഒരു ലീഡർ ആവാം. എന്തായി കഴിഞ്ഞാലും അവരുടെ മഹത്തായ പ്രവൃത്തികൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി ഒരു എക്സാൾട്ടഡ് തീം വേണം. ഒരു ഉദാത്തമായ, ഒരു ഉന്നതമായിട്ടുള്ള ഒരു തീം ഉണ്ടായിരിക്കണം എപ്പിക്കില്. എക്സാൾട്ടഡ് തീം, ഉന്നതമായ, ഉദാത്തമായ, സാധാരണയല്ലാത്ത, അസാധാരണമായ തീം വേണം. ആ തീം ഡീൽ ചെയ്യേണ്ടത് ഹീറോയിക് ഡീഡ്സ് ഓഫ് എ ഗ്രേറ്റ് മാൻ. അപ്പോൾ ഒരു എപ്പിക്കിൽ കൈകാര്യം ചെയ്യേണ്ടത് നോർമൽ ലൈഫ് ഓഫ് ഓർഡിനറി പീപ്പിൾ അല്ല, പകരം ഹീറോയിക് ഡീഡ്സ് ഓഫ് ഗ്രേറ്റ് മെൻ, മഹാന്മാരായിട്ടുള്ള ആളുകൾ, അവരുടെ മഹത്തരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം അവിടെ കൈകാര്യം ചെയ്യേണ്ടത്. ഇൻ അതർ വേർഡ്സ്, മറ്റു തരത്തിൽ പറയുകയാണെങ്കിൽ, ആൻ എപ്പിക് സെലിബ്രേറ്റ്സ് ദ ഗ്രേറ്റ് ഡീഡ്സ് ഓഫ് എക്സെപ്ഷണൽ മാൻ. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു എപ്പിക് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒരു അസാധാരണ മനുഷ്യന്റെ മഹത്തരമായ പ്രവൃത്തിയാണ്.
സാധാരണക്കാരൻ്റെ അല്ല. ഗ്രേറ്റ് ഡീഡ് ഓഫ് എ മാൻ എന്നല്ല പറഞ്ഞത്, ഗ്രേറ്റ് ഡീഡ്സ് ഓഫ് എക്സെപ്ഷണൽ മെൻ. എന്താ എക്സെപ്ഷണൽ കേസ് എന്നൊക്കെ കേട്ടില്ലേ? അസാധാരണമായിട്ട്. അങ്ങനത്തെ അധികം മനുഷ്യരൊന്നും ഉണ്ടാവില്ല. അതായത് 1000-1 എന്നൊക്കെ പറയുന്ന പോലെയുള്ള ആളുകൾ ഉണ്ടാവില്ലേ? അത്തരം ആളുകൾ, അസാധാരണമായ കഴിവുള്ള ആളുകൾ, അത്തരം ആളുകളുടെ അസാധാരണമായിട്ടുള്ള മഹത്തരമായിട്ടുള്ള അവരുടെ പ്രവൃത്തികളെ ഡീൽ ചെയ്യുന്ന, കൈകാര്യം ചെയ്യുന്ന, പ്രതിപാദിക്കുന്ന കവിതയാണ് ഇത് എപ്പിക്. ഇറ്റ് ഓൾസോ ഡീൽസ് വിത്ത് ദ ഗ്രേറ്റ്നെസ് ആൻഡ് മാഗ്നിഫിഷൻസ് ഓഫ് ദ ഡിവൈൻ പവർ. പിന്നെ എപ്പിക് എന്താണ് കൈകാര്യം ചെയ്യുക? പിന്നെ എപ്പിക് കൈകാര്യം ചെയ്യുന്നത് ഡീൽസ് വിത്ത് ദ ഗ്രേറ്റ്നെസ്, അതുപോലെ തന്നെ ആൻഡ് മാഗ്നിഫിഷൻസ് ഓഫ് ഡിവൈൻ പവർ. എന്താ ഡിവൈൻ പവർ എന്ന് പറഞ്ഞാൽ? ദൈവികമായ ശക്തി. ദൈവികമായ ശക്തിയുടെ മഹത്വവും ദൈവികതയും അതിൻ്റെ മഹത്വവും എപ്പിക്കില് പ്രതിപാദിക്കുന്നുണ്ട്. We see the interplay of divine powers and humans in all epic. ഏത് എപ്പിക് നിങ്ങൾ പരിശോധിച്ചോ, all epics, എല്ലാ എപ്പിക്കിലും നമുക്ക് മനുഷ്യരുടെയും അതുപോലെ തന്നെ ദൈവികമായ ശക്തികളുടെയും ഒരു ഇടചേരൽ കാണാം. ഇന്റർപ്ലേ, ഒരു ചേർന്ന കളി. അപ്പൊ എന്ത് കാണാന്നാ പറയുന്നത്? എല്ലാ എപ്പിക്കിലും ഇന്റർപ്ലേ ഓഫ് ഡിവൈൻ പവേഴ്സ് ആൻഡ് ഹ്യൂമൻസ്, മനുഷ്യരുടെയും അതുപോലെ തന്നെ ദൈവങ്ങളുടെയും ഒരു ഇന്റർപ്ലേ. ഈ മനുഷ്യരും ദൈവങ്ങളും ഇങ്ങനെ ചേർന്ന് വരും, ഒരുമിച്ച് വരിക, ഇടകലർന്ന് വരിക. എവിടെ? എപ്പിക്കില്. അല്ലാതെ ഇത് വേറെ എവിടെയും കാണാൻ പറ്റില്ല. ഇൻ ദ ടു ഇന്ത്യൻ എപ്പിക്സ്, പ്രധാനപ്പെട്ട 2 ഇന്ത്യൻ എപ്പിക്കുകൾ വി ഹാവ്, ആ എപ്പിക്കില് ഉണ്ട്. എന്താണുള്ളത്? ദ ലോർഡ്സ് ഡിസെൻഡ് ടു എർത്ത് ആസ് അവതാർ ടു ഡിസ്ട്രോയ് ഈവിൾ. നമ്മളെ പ്രധാനപ്പെട്ട 2 എപ്പിക്കുകൾ, മഹാഭാരത ആൻഡ് രാമായണ. ഇവിടെ മെൻഷൻ ചെയ്യുന്ന എപ്പിക്കുകൾ പേര് പറയുന്നില്ല, ഞാൻ ജസ്റ്റ് പേര് മെൻഷൻ ചെയ്തതാണ്. അപ്പൊ ഈ 2 എപ്പിക്കുകളിലും ദൈവങ്ങള് അവതാരങ്ങളായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങുന്നു. എന്തിനു വേണ്ടിയിട്ട്? ടു ഡിസ്ട്രോയ് ഈവിൾ, പിശാചിനെ അല്ലെങ്കിൽ തിന്മയെ നശിപ്പിക്കുന്നതിന് വേണ്ടി ദൈവങ്ങൾ എന്തു ചെയ്യുന്നു? ഡിസെൻഡ് ടു എർത്ത് ആസ് അവതാർ. ഇൻ ദ ഇലിയഡ് ആൻഡ് ഒഡീസി, ഹോമറിന്റെ എപ്പിക്കുകളായിട്ടുള്ള എലിയഡിലും ഒഡീസിയിലും ദ ഗോഡ്സ് ഇന്റർവെൻ ഇൻ ഹ്യൂമൻ അഫയേഴ്സ്, മനുഷ്യന്റെ കാര്യങ്ങൾ. ഹ്യൂമൻ അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യ കാര്യങ്ങൾ. ഈ 2 വർക്കുകളിലും, എലിയഡിലും ഒഡീസിയിലും ഹ്യൂമൻ അഫയേഴ്സിൽ ദൈവങ്ങൾ ഇടപെടുന്നുണ്ട്. ഇന്റർവെൻ എന്ന് പറഞ്ഞാൽ ഇടപെടുക. മാത്രമല്ല, ദാറ്റ് ഡിറ്റർമൈൻ ദ ഫേറ്റ് ഓഫ് ഹ്യൂമൻസ്, മാത്രമല്ല മനുഷ്യരുടെ വിധി അവർ നിശ്ചയിക്കുകയും ചെയ്യുന്നുണ്ട്. ദേ ഡിറ്റർമൈൻ, ഈ 2 വർക്കുകളിലും, ഇലിയഡിലും അതുപോലെ തന്നെ ഒഡീസിയിലും, മനുഷ്യരുടെ ഹ്യൂമൻ അഫയേഴ്സില് ഗോഡ്സ് ഇന്റർവ്യൂൻ, ഗോഡ് എന്ത് ചെയ്യുന്നു? ഇടപെടുന്നു. അതുമാത്രമല്ല, ഡിറ്റർമൈൻ ദ ഫേറ്റ് ഓഫ് ഹ്യൂമൻ, മനുഷ്യന്റെ വിധി നിശ്ചയിക്കുകയും ചെയ്യുന്നു. ഇത്രയാണ് 1ാമത്തെ പോയിന്റ്. അതായത് എപ്പിക് എന്ന് പറയുമ്പോൾ അതിൽ എക്സാൾട്ടഡ് തീം ഓർത്തു വെക്കട്ടെ. 1, എക്സാൾട്ടഡ് തീം, അതായത് അത് സാധാരണക്കാരന്റെ കഥയല്ല, അത് എക്സെപ്ഷണൽ മെൻ. രണ്ടാമത്തെ ക്വാളിറ്റി നോട്ട് ചെയ്യാം. ആൻ എപ്പിക് ഈസ് ലാർജ് ഇൻ സ്കെയിൽ. ഒരു എപ്പിക് അതിൻ്റെ വലുപ്പം വെച്ച് നോക്കുമ്പോൾ അത് മറ്റുള്ള വിഭാഗങ്ങളിൽ നിന്നെല്ലാം വലുപ്പം കൊണ്ട് അത് വ്യത്യസ്തമാണ്.
മറ്റു വിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് ട്രാജഡി, മറ്റൊന്ന് കോമഡി. ട്രാജഡിയെക്കാളും കോമഡിയെക്കാളും എപ്പിക്കിന് വലിപ്പമുണ്ട്. സ്കെയിൽ എന്ന് പറഞ്ഞാൽ അളവാണ് കേട്ടോ. എപ്പിക് ഈസ് ലാർജ് ഇൻ സ്കെയിൽ, അളവ്, അതിൻ്റെ വലുപ്പത്തിൽ എപ്പിക് മറ്റുള്ളവയേക്കാൾ വലുതാണ്. ദ ഇൻഹറന്റ് ക്വാളിറ്റി ഓഫ് ആൻ എപ്പിക്, ഒരു എപ്പിക്കിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്, ഗുണം എന്ന് പറയുന്നത്, ഈസ് ഇറ്റ്സ് എക്സ്പാൻസീവ് ഓർ ലാർജ് സ്കെയിൽ പ്രപ്പോർഷൻ, അതിൻ്റെ ലാർജ് സ്കെയിൽ പ്രപ്പോർഷൻ ആണ്, അതിൻ്റെ വലുപ്പമാണ്. ലാർജ് സ്കെയിൽ പ്രപ്പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവയെ അപേക്ഷിച്ച് അതിൻ്റെ ആ ഒരു അനുപാതമാണ് പ്രപ്പോർഷൻ, അതിൻ്റെ വലുപ്പമാണ് കേട്ടോ. അതാണ് എപ്പിക്കിൻ്റെ ക്വാളിറ്റി. ആ വാക്കുകളൊന്ന് ഓർത്തു വെക്കൂ കേട്ടോ. എന്താ പറഞ്ഞത്? ഈസ് ഇറ്റ്സ് എക്സ്പാൻസീവ്, എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? വലുതാക്കുക. എക്സ്പാൻസീവ് അതിൻ്റെ വലുതും, അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ പ്രപ്പോർഷൻ അതിൻ്റെ ആ ഒരു വളരെ വലിയ അനുപാതമാണ്, അതിൻ്റെ വലുപ്പമാണ് അതിൻ്റെ പ്രത്യേകത. ഇറ്റ് വാസ് മോസ്റ്റ്ലി റിട്ടൺ ഇൻ വേഴ്സ് ഇൻ ആൻഷ്യന്റ് ടൈംസ്, പണ്ടൊക്കെ എപ്പിക്കുകൾ എഴുതിയിരുന്നത് വേഴ്സിലായിരുന്നു. വേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻസ്, പോയറ്റിക് ലൈൻസ്. ആ പണ്ടൊക്കെ എപ്പിക്ക് എഴുതിയിരുന്നത് കവിതയിലെ ലൈൻസിന്റെ രൂപത്തിലായിരുന്നു. ദോ ഇൻ മോഡേൺ ടൈംസ് എപ്പിക് നോവൽസ് ആൻഡ് എപ്പിക് പ്ലേസ് ഹാവ് യൂസ്ഡ് ദ പ്രോസ് ഫോം, എന്നാൽ ആധുനിക കാലഘട്ടത്തിലെ എപ്പിക്കുകളിൽ, എന്നാൽ ഇന്നത്തെ എപ്പിക്കുകളിൽ ഒരു പ്രോസിന്റെ ഫോമാണ്. പ്രോസിന്റെ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥകളിലും നോവലുകളിലൊക്കെ കാണുന്ന ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ലാംഗ്വേജ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, എന്താണ് പ്രോസിന്റെ ലാംഗ്വേജും കവിതയുടെ ലാംഗ്വേജ്? പ്രോസ് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മൾ നോവല്, എസ്സേ, അതുപോലെ കഥയൊക്കെ ഉണ്ടല്ലോ, അതിലുപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് പ്രോസ്. പ്രോസിന്റെ ലാംഗ്വേജും അതുപോലെ തന്നെ പോയട്രിയുടെ ലാംഗ്വേജും തമ്മിലുള്ള വ്യത്യാസം എന്താ? പോയട്രിയിൽ ഉപയോഗിക്കുന്നത് അലങ്കാരമുള്ള ഭാഷയായിരിക്കും, അതാണ് പോയറ്റിക് ലാംഗ്വേജ്. ഈ ഒരു അലങ്കാരമുള്ള ലാംഗ്വേജ്, പോയറ്റിക് ലാംഗ്വേജ് തന്നെയാണ് പണ്ട് എപ്പിക്കിലും ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്നത് മാറി. മോഡേൺ എപ്പിക്കിൽ ഉപയോഗിക്കുന്നത് പ്രോസ് ഫോമിലുള്ള ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്. വെസ്റ്റേൺ എപ്പിക്സ് ആർ എയ്തർ ഇൻ 12 books or multiples of 12. വെസ്റ്റേൺ എപ്പിക്കുകൾ, പാശ്ചാത്യ എപ്പിക്കുകൾ എന്ന് പറയുന്നത് ഒന്നുകിൽ അവ 12 പുസ്തകങ്ങളിലായിരിക്കും എഴുതുക, അല്ലെങ്കിൽ 12ന്റെ മൾട്ടിപ്പിൾസ്. ഒന്നുകിൽ 12 ബുക്ക്, 12ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ 12നെ ഗുണിക്കുക. 12, 24, 36, അങ്ങനെ 12ന്റെ ഗുണിതങ്ങളായിരിക്കും പുസ്തകങ്ങളുടെ എണ്ണം. ദ ഇലിയഡ് ആൻഡ് ദ ഒഡീസി കൺസിസ്റ്റ് ഓഫ് 24 books ഈച്ച്. ഇലിയഡിലും ഒഡീസിയിലും 24 പുസ്തകങ്ങൾ വീതമുണ്ട്. 12ന്റെ മൾട്ടിപ്പിൾസ് 12 × 2, അതാണ് 12ന്റെ മൾട്ടിപ്പിൾസ് ആണ്. ഇനി വെർജിൽസ് ഈനിയഡ് ഈസ് ഇൻ 12 books. വെർജിൽ എന്നുള്ളത് അനദർ റൈറ്റർ, ഒരു റൈറ്റർ ആണ്. ആര്? വെർജിൽ. വെർജിലിന്റെ എപ്പിക്കാണ് ഏത്? ഏനിയഡ്. ഈ ഏനിയഡ് 12 പുസ്തകങ്ങളായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഏതുപോലെ? സോ ഈസ് മിൽട്ടൺസ് പാരഡൈസ് ലോസ്റ്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റ് കേട്ടിട്ടുണ്ടോ? ഞാൻ നിങ്ങൾക്ക് അതിന്റെ മലയാളം പറഞ്ഞു തരട്ടെ. മിൽട്ടന്റെ പറുദീസ നഷ്ടം, ദാറ്റ് ഈസ് മിൽട്ടൺസ് പാരഡൈസ് ലോസ്റ്റ്, അതും 12 പുസ്തകങ്ങളാണ്. ഏതുപോലെ? വെർജിലിന്റെ ഏനിയഡ് പോലെ. ഇനി ദോ സ്പെൻസർ ഇൻ ദ 17th century, 17ാം നൂറ്റാണ്ടിലെ റൈറ്റർ ആയിട്ടുള്ള സ്പെൻസർ, ഫേമസ് ആണ്. ആര്? സ്പെൻസർ. സ്പെൻസർ intended to write his epic, അദ്ദേഹത്തിന്റെ എപ്പിക് എഴുതാൻ അദ്ദേഹം ഉദ്ദേശിച്ചത്, അദ്ദേഹത്തിന്റെ സ്പെൻസറുടെ എപ്പിക്കിന്റെ പേര് ഒരു മാർക്കിനൊക്കെ വന്നങ്ങൾ എഴുതണം. എന്താണ് പേര്? ഫെയറി ക്യൂൻ. എന്താ പേര്? ഫെയറി ക്യൂൻ. ആരാ എഴുതിയത്? സ്പെൻസർ. അദ്ദേഹം ഇത് എഴുതാൻ ഉദ്ദേശിച്ചത് ഇൻ 12 books, 12 ബുക്കുകളിലായിട്ടാണ്.
ഹി കംപ്ലീറ്റഡ് ഓൺലി 7. എന്നാൽ 17 ബുക്ക് മാത്രമാണ് അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തത്. എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. അദ്ദേഹം മരണപ്പെട്ടോ എന്താ സംഭവിച്ചത്? എന്തായാലും അദ്ദേഹത്തിന്റെ പ്ലാനിങ് 12 പുസ്തകങ്ങളിലായിട്ട് എഴുതാനായിരുന്നു. പക്ഷേ 7 പുസ്തകമേ അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ഇതൊക്കെയാണ് വെസ്റ്റേൺ എപ്പിക്സിന്റെ പ്രത്യേകതകൾ. ബട്ട് ദ ഫസ്റ്റ് 3 ബുക്സ്, ഇനി ഒരു കാര്യം പറയാണ്, അദ്ദേഹം 7 ബുക്ക് മാത്രമായിട്ടാണ് അദ്ദേഹത്തിന് എഴുതാൻ കഴിഞ്ഞുള്ളൂ. അതിലെ തന്നെ ആദ്യത്തെ 3 പുസ്തകങ്ങൾ ടുഗദർ ഹാവ് 12 കാൻഡോസ്. അതിലെ ആദ്യത്തെ 3 പുസ്തകങ്ങളിൽ മാത്രം 12 പർവ്വങ്ങളുണ്ട്. കാൻഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വങ്ങള്, അതുപോലെ തന്നെ കാണ്ഡങ്ങൾ. ഇതൊക്കെ എപ്പിക്കുമായി ബന്ധപ്പെട്ട പദങ്ങളാണ്. എന്ത്, നിങ്ങൾ രാമായണത്തിലെ പർവ്വങ്ങളും കാണ്ഡങ്ങളും ഒക്കെ കേട്ടില്ലേ? അപ്പൊ ഈ പറയപ്പെടുന്ന ഫെയറി ക്യൂനിന്റെ ആദ്യത്തെ 3 പുസ്തകങ്ങളിൽ മാത്രം 12 കാൻഡോസ് ഉണ്ട്, 12 പർവ്വങ്ങൾ അല്ലെങ്കിൽ കാണ്ഡങ്ങളുണ്ട്. വൈൽ ബുക്ക് 4 and 6 ഹാവ്, ഇനി ബുക്ക് 4-ലും 6-ലും ഹാവ് 12 കാൻഡോസ് ഈച്ച്. 4-ലും 6-ലും മാത്രമായിട്ട് തന്നെ എന്തുണ്ട്? 12ഓളം കാണ്ഡങ്ങളുണ്ട്. 4-ല് 12 കാണ്ഡങ്ങളുണ്ട്, 6-ലും 12 കാണ്ഡങ്ങളുണ്ട്. അപ്പൊ അദ്ദേഹം ഓരോ പുസ്തകവും അത്യാവശ്യം എലാബറേറ്റ് ചെയ്തിട്ടാണ് സ്പെൻസർ എഴുതിയത്. ഞാൻ നേരത്തെ പറഞ്ഞു, സ്പെൻസർ ഈസ് എ ഫേമസ് റൈറ്റർ. ഇനി മനസ്സിലാക്കാം, ഇന്ത്യൻ എപ്പിക്സ് ഡു നോട്ട് ഫോളോ ദ വെസ്റ്റേൺ ട്രഡീഷൻസ് ഓഫ് യൂസിങ് 12 ആസ് എ യൂണിറ്റ്. ഈ 12നെ ഫോളോ ചെയ്യാന്നുണ്ടല്ലോ, അതായത് ഒന്നുകിൽ 12 പുസ്തകങ്ങളായിട്ട് എഴുതുക, അല്ലെങ്കിൽ 12ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതുക എന്ന് പറയുന്ന പാശ്ചാത്യരുടെ രീതി ഉണ്ടല്ലോ, ഇത് ഇന്ത്യൻ എപ്പിക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇന്ത്യൻ എപ്പിക്കുകളിൽ ഈ ഒരു രീതി ഫോളോ ചെയ്യുന്നില്ല. അപ്പൊ രണ്ടാമത്തേത്, എപ്പിക്കിന്റെ വലുപ്പമാണ് മറ്റു വർക്കുകളിൽ നിന്നും എപ്പിക്കിനെ വ്യത്യസ്തമാക്കുന്നത്. ഇനി ഞാൻ മൂന്നാമത്തേത് പറയട്ടെ. മൂന്നാമത്തേത്, ആൻ എപ്പിക് പ്രസൻസ് ഹീറോയിക് ഐഡിയൽസ്. ഒരു എപ്പിക്കില് നമുക്ക് ഹീറോയുടെ ചില ഉദാത്ത മാതൃകകൾ കാണാൻ പറ്റും. ഇവരിലെ ചില ഗുണങ്ങൾ ഹീറോയുടെ എപ്പിക്കിൽ പറയും. ഏതുപോലെ? സച്ച് ആസ് കറേജ് പോലെ, ധൈര്യം പോലെ, ഹോണർ പോലെ, സാക്രിഫൈസ് പോലെ, പാട്രിയോട്ടിസം ദേശസ്നേഹം പോലെ, ആൻഡ് കൈൻഡ്നെസ് ദയ. ഇതുപോലുള്ള എപ്പിക് ഹീറോയുടെ ചില വിശേഷണങ്ങൾ എപ്പിക്കിൽ പറയും. ഇറ്റ് ആൾസോ ഗീവ്സ് എ ക്ലിയർ പിക്ചർ ഓഫ് ദ സോഷ്യൽ ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ഓഫ് കണ്ടംപററി സൊസൈറ്റി. അതോടൊപ്പം തന്നെ ആ എപ്പിക്കിന്റെ കാലഘട്ടം, സമകാലിക കാലഘട്ടത്തിന്റെ സൊസൈറ്റിയുടെ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ഒരു ചിത്രം കൂടി നൽകും. അപ്പോൾ ആ ഒരു എപ്പിക്കിൽ ഏത് കാലഘട്ടമാണെങ്കിൽ ആ കാലഘട്ടത്തിന്റെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ പിക്ചർ കൂടി ആര് നൽകും? എപ്പിക്ക് നൽകും എന്നുള്ളത് എപ്പിക്കിന്റെ മൂന്നാമത്തെ സവിശേഷതയാണ്. അവര് കുട്ടികളെ ഇനി നാലാമത്തെ സവിശേഷതയിലേക്ക് പോവാണ് കേട്ടോ. എപ്പിക്കിന്റെ നാലാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ലാംഗ്വേജുമായി ബന്ധപ്പെട്ടതാ. എപ്പിക് ലാംഗ്വേജ് കൺസിസ്റ്റ് ഓഫ്, എപ്പിക്കിന്റെ ലാംഗ്വേജിൽ അടങ്ങിയിട്ടുണ്ട്. സാധാരണ ഒരു ലാംഗ്വേജ് അല്ല എപ്പിക്കിന്റെ ലാംഗ്വേജ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. പോയട്രിയിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് എപ്പിക്കിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പിക്കിന്റെ ലാംഗ്വേജിൽ ഓർണമെന്റൽ സിമിലീസ്, ആ ലാംഗ്വേജിൽ ഓർണമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അലങ്കാരം. കാരണം സാധാരണ ഭാഷയല്ല, ആ ഭാഷയ്ക്ക് കുറച്ച് പൊടിപ്പും തൊങ്കലൊക്കെ വേണം. കുറച്ച് അലങ്കാരമൊക്കെ ഉള്ള ഭാഷ മാത്രമേ എവിടെ ഉപയോഗിക്കുള്ളൂ? എപ്പിക്കിൽ ഉപയോഗിക്കുള്ളൂ. അപ്പോ ആ ലാംഗ്വേജിൽ അലങ്കാരത്തിന് വേണ്ടി ചില ഫിഗേഴ്സ് ഓഫ് സ്പീച്ചുകൾ, ചില അലങ്കാരങ്ങൾ ഉപയോഗിക്കും. അതായത് അതിൽ സിമിലികൾ ഉണ്ടാവും, സിമിലീസ് ഉണ്ടാവും,
റെക്കറന്റ് എപ്പിത്തറ്റ്സ് ഉണ്ടായിരിക്കും, ആവർത്തിച്ച് വരുന്ന വിശേഷണങ്ങൾ ഉണ്ടാവും. സ്റ്റോക്ക് ഫ്രേസസ്, ആവർത്തന പദങ്ങൾ, എല്ലാ എപ്പിക്കിലും കാണുന്ന ചില പ്രയോഗങ്ങൾ, അതാണ് സ്റ്റോക്ക് ഫ്രേസസ്. അതുപോലെ തന്നെ എക്സ്പ്രസീവ് സ്റ്റൈല്, ഇതൊക്കെ എപ്പിക്കിന്റെ ലാംഗ്വേജിന്റെ പ്രത്യേകതയാണ്. ഒന്ന് കാണാതെ പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് ദ ലാംഗ്വേജ് ഓഫ് എപ്പിക് കൺസിസ്റ്റ്സ് ഓഫ് എന്തൊക്കെയുണ്ടാവുക? ഒന്ന്, ഓർണമെന്റൽ സിമിലീസ്, റെക്കറന്റ് എപ്പിത്തറ്റ്സ്, സ്റ്റോക്ക് ഫ്രേസസ് ആൻഡ് ആൻ എക്സ്പ്രസീവ് സ്റ്റൈൽ. ഇതൊക്കെ കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കാണാതെ പഠിക്കണം കേട്ടോ. പിന്നെ പറയുന്നത് ക്ലാസിക്കൽ എപ്പിക്സ് വേർ ഒറിജിനലി റിസൈറ്റഡ്. ഇനി ആ കാലഘട്ടത്തിലെ ക്ലാസിക്കൽ എപ്പിക്കുകൾ ആ കാലഘട്ടത്തിൽ എഴുതിയിരുന്നത് റിസൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അറിയോ റെസിറ്റേഷൻ? എന്താ റിസൈറ്റൽ? ചൊല്ലുക. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലെ ക്ലാസിക്കൽ എപ്പിക്കുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പാടാൻ വേണ്ടിയിട്ടാണ്, റിസൈറ്റഡ്. ആൻഡ് ദേ വർ ഓറൽ എപ്പിക്സ്. മാത്രമല്ല ആ എപ്പിക്കുകൾ എന്താണ്? ഓറൽ എപ്പിക്കുകളാണ്. അപ്പൊ പാടാൻ വേണ്ടി എഴുതിയിരുന്ന ക്ലാസിക്കൽ എപ്പിക്കുകളെയാണ് കുട്ടികൾ എന്ത് വിളിച്ചിരുന്നത്? ഓറൽ എപ്പിക്സ് എന്ന് വിളിച്ചിരുന്നത്. ആൻഡ് ഹെൻസ്, അതുകൊണ്ട് തന്നെ ദ യൂസ് ഓഫ് recurrent phrases in the oral transmission of the poem as they served an mnemonic aids for both the singer and the audience alike. ഈ ഓറൽ എപ്പിക്കുകളിൽ വരുന്ന റെക്കറന്റ് ഫ്രേസസ്, ആവർത്തിച്ച് വരുന്ന, റിപ്പീറ്റ് ചെയ്ത് വരുന്ന വാക്കുകൾ. റെക്കറന്റ് ഫ്രേസസ് എന്ന് പറഞ്ഞാൽ എന്താ? റിപ്പീറ്റഡ് ഫ്രേസസ്. അപ്പോൾ അന്നത്തെ ക്ലാസിക്കൽ എപ്പിക്സ് എന്ന് പറയുമ്പോൾ അവ ഓറൽ എപ്പിക്സാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊല്ലാൻ വേണ്ടിയുള്ളതാണ്, പാടാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ആ എപ്പിക്കുകളിൽ റെക്കറന്റ് ഫ്രേസസ് വരും, റിപ്പീറ്റഡ് ഫ്രേസസ് വരും. എന്തിനാണ് ഈ റിപ്പീറ്റഡ് ഫ്രേസസ് വരുന്നത്? റിപ്പീറ്റഡ് ഫ്രേസസ് വരുന്നത് സിംഗർക്കും അതുപോലെ തന്നെ ഓഡിയൻസിനും രണ്ടുപേർക്കും ഒരുപോലെ ഓർമ്മിക്കാൻ സഹായകമാവുന്നതിന് വേണ്ടിയാണ്, ഓർക്കുന്നതിന് വേണ്ടി. അതാണ് നെമോണിക് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കാൻ സഹായിക്കുന്നവ. അപ്പൊ ഓർമ്മിക്കാൻ രണ്ടു കൂട്ടർക്കും, ബോത്ത് ദ സിംഗർ ആൻഡ് ദി ഓഡിയൻസ്. അപ്പൊ ഇത്തരത്തില് റെക്കറന്റ് ഫ്രേസസ്, റിപ്പീറ്റഡ് ഫ്രേസസ് വരും. അത് നെമോണിക് എയ്ഡ് ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർക്കാൻ സഹായകമായിരിക്കും ബോത്ത് ദ സിംഗർ ആൻഡ് ദ ഓഡിയൻസ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി അടുത്തത് അഞ്ചാമത്തേതാണ്, അവസാനത്തേത്. ആൻ എപ്പിക് പോയറ്റ്. ഇനി ഒരു എപ്പിക് കവി പൊസസസ്, ആ കവിക്കുണ്ടായിരിക്കണം. സാധാരണ ഒരു വ്യക്തി അല്ല എപ്പിക് പോയറ്റ്. സാധാരണ ഒരു വ്യക്തിക്ക് എപ്പിക് പോയം എഴുതാൻ കഴിയില്ല. എന്താ കാര്യം എന്നറിയോ? ഒരു എപ്പിക് പോയറ്റിന് ഹൈ ഡിഗ്രി ഓഫ് ഇമാജിനേറ്റീവ് പവർ വേണം. എ എപ്പിക് പോയറ്റ് possesses high degree of imaginative power. വളരെ ഉയർന്ന ക്രിയാത്മക ശേഷി, ഇമാജിനേറ്റീവ് പവർ വേണം. വാട്ട് ഈസ് റെഫേർഡ് ടു ആസ് പോയറ്റിക് ഇൻസ്പിരേഷൻ ആൻഡ് ആൻ ഈക്വലി ഹൈ ഡിഗ്രി ഓഫ് കോൺഷ്യസ്നെസ് ഓഫ് ടെക്നിക്. പിന്നെ എന്തൊക്കെയാണ് വേണ്ടത്? നല്ല പോയറ്റിക് ഇൻസ്പിരേഷൻ വേണം. എന്താണോ പോയറ്റിക് ഇൻസ്പിരേഷൻ അത് വേണം. പിന്നെ വേണ്ടത് ഹൈ ഡിഗ്രി ഓഫ് കോൺഷ്യസ്നെസ് ഓഫ് ടെക്നിക്ക്. എപ്പിക്കിലെ നരേറ്റീവ് ടെക്നിക്കുകളുണ്ട്. ആ ടെക്നിക്കുകളെ കുറിച്ച് ചെറുതായിട്ടല്ല, എന്താ വേണ്ടത്? ഹൈ ഡിഗ്രി ഓഫ് കോൺഷ്യസ്നെസ്, നല്ല ഉയർന്ന തലത്തിലുള്ള ബോധം വേണം. ഈ മൂന്ന് കാര്യങ്ങളും ആർക്ക് വേണം? ഒരു എപ്പിക് പോയറ്റിന് വേണം.
അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാ എപ്പിക് പോയറ്റിന് വേണ്ടത്? ഒന്നാമത്തെ കാര്യം എന്താ? ഹൈ ഡിഗ്രി ഓഫ് ഇമാജിനേഷൻ. രണ്ടാമത്തേത് പോയറ്റിക് ഇൻസ്പിരേഷൻ. മൂന്നാമത്തേത് ഹൈ ഡിഗ്രി ഓഫ് കോൺഷ്യസ്നെസ് ഓഫ് ടെക്നിക്. ഈ എപ്പിക്കിലെ നരേറ്റീവ് ടെക്നിക്ക് അല്ലെങ്കിൽ എപ്പിക്കിലെ ടെക്നിക്കിനെ കുറിച്ച് നല്ല ബോധം വേണമായിരിക്കും ഒരു എപ്പിക് പോയറ്റിന്. ഇത്രയുമാണ് എപ്പിക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ശ്രദ്ധിക്കുക, 5 ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അതായത് പോയട്രിയിലെ 3 വിഭാഗങ്ങളാണ് എപ്പിക്കും ട്രാജഡിയും കോമഡിയും. അതിലെ എപ്പിക്കിന്റെ സവിശേഷതകളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പരിചയക്കാരിലേക്ക് നിങ്ങൾ ക്ലാസ് എന്ത് ചെയ്യണം? സജസ്റ്റ് ചെയ്യണം. നിങ്ങൾ അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക? അറിയിക്കാം. അതായത് ക്ലാസ്സിന് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കാം, നമുക്ക് പരിഹരിക്കാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന, അത്യാവശ്യം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഉള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക്സ് ഫോർ ഓൾ.